ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ വലിയ നഷ്ടം നേരിടുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 71% ഇൻട്രാഡേ ട്രേഡർക്കും പണം നഷ്ടപ്പെടുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് യുവാക്കൾ ആണെന്ന് തന്നെയാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഓഹരി വിപണിയിലേക്ക് എത്തുന്ന യുവതലമുറ അമിത ആവേശം കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ പണം നഷ്ടപ്പെടുത്തുന്നു തന്നെയാണ് റിപ്പോർട്ടിന്റെ കാതൽ. 2018 മുതൽ 2023 വരെ ഏകദേശം കോവിഡിന് ശേഷമുള്ള ഒരു തള്ളിക്കയറ്റം നമുക്ക് കാണാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലായാലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലായാലും വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടായി. അതുപോലെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ട്രേഡിങ്ങിന് ക്ലാസ് എടുക്കുന്ന ആളുകൾ, ഈ കോഴ്സ് വിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് ബ്രോക്കിങ്ങിന്റെ സ്ഥാപനം. നേരത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ബ്രോക്കർമാരും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രോക്കർമാരും ഉണ്ടെങ്കിൽ പോലും ഡിസ്കൗണ്ട് ബ്രോക്കർമാരുടെ എണ്ണത്തിലുള്ള കുതിച്ചുകയറ്റവും അതുപോലെ തന്നെ ആ അക്കൗണ്ടുകളുടെ ഒരു ഓപ്പണിങ്ങും അവരുടെ ട്രേഡിങ്ങായി ബന്ധപ്പെട്ട് ട്രേഡേഴ്സിന്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ട്രേഡിങ്ങിനെ കുറിച്ച് യാതൊരുവിധ അറിവില്ലാത്ത ആളുകൾ പോലും, വളരെ ജൂനിയർ ആയിട്ട് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് വന്ന ആളുകൾ പോലും ഇതിന് കോഴ്സുകൾ വിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിന്റെ വലിയ ഒരു കാര്യം. കാരണം അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. ഒരു ട്രേഡർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമാണ് ട്രേഡിങ്ങിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നുകൊണ്ട് ഇന്ന് ട്രെയിനിങ് പഠിപ്പിക്കാം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോഴ്സ് വിൽക്കുന്ന ആളുകളൊക്കെ ആ കോഴ്സിലൂടെ പണം ഉണ്ടാക്കുന്ന ആളുകളാണ്. അത് തന്നെയാണ് സെബി ഈ ചൂണ്ടിക്കാട്ടുന്നത്. യുവാക്കളെ ആകർഷിക്കുന്നു, പെട്ടെന്ന് പണം സമ്പാദിക്കാം എന്ന രീതിയിൽ യുവാക്കളെ ഈ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയായിട്ട് കാണാതെ, വാരൻ ബഫറ്റിന്റെ ഒക്കെ തിയറി ഉപയോഗിച്ചത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാതെ തന്നെ കോവിഡിന് ശേഷം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. പല സ്റ്റോക്കുകളും മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ICICI ബാങ്ക് പോലുള്ള, അല്ലെങ്കിൽ നമുക്ക് HDFC പോലുള്ള, റിലയൻസ് പോലുള്ള, BHEL പോലുള്ള അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ കോവിഡിന് ശേഷം നല്ല രീതിയിൽ 2024 വന്നപ്പോൾ മുന്നേറ്റം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിൽ വാല്യൂ ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാം എന്ന രീതിയിലുള്ള ഒരു കാര്യം യുവാക്കളിലേക്ക് അല്ലെങ്കിൽ തലമുറയിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഒരു ഭാഗം ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ ഇത് തന്നെയാണ് സെബി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. 2019 മുതൽ 2023 വരെയുള്ള വർഷം പരിശോധിക്കുകയാണെങ്കിൽ അക്കൗണ്ട് 10 ബ്രോക്കർമാർ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അക്കൗണ്ടുകളിൽ വന്ന വർധനവ് തന്നെയാണ്. ഏകദേശം ഈ 15 ലക്ഷം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ 69 ലക്ഷം അക്കൗണ്ടുകൾ അല്ലെങ്കിൽ 69 ലക്ഷം ട്രേഡേഴ്സ് ആയിട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുന്നു. ഇതിപ്പോ ഇക്വിറ്റി മാർക്കറ്റ്, ക്യാഷ് ഇക്വിറ്റി സെഗ്മെന്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചറിലേക്ക് കടക്കുമ്പോൾ ഇതിനേക്കാളും ഭയാനകമായ കണക്കുകൾ തന്നെയായിരിക്കും പറയാനുള്ളത്. 2023 കണക്ക് പ്രകാരം ഏകദേശം 90% ആളുകളിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ കാശ് നഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഇക്വിറ്റി ക്യാഷ് സെഗ്മെന്റിലുള്ള കാര്യങ്ങളാണ് സെബി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ ഈ 71% ആളുകളും ലോസ് ആണ് മേക്ക് ചെയ്യുന്നത്, 29% ആളുകൾ മാത്രമാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. 2019 വന്നപ്പോൾ 65% ആളുകളാണ് അവിടെ ലോസ് മേക്ക് ചെയ്തിട്ടുള്ളൂ, 35% ആളുകൾ അവിടെ പ്രോഫിറ്റ് ആണ് മേക്ക് ചെയ്തത്. 2022 വന്നപ്പോൾ 69% ആളുകളാണ്, അതുപോലെ 31% ആളുകൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നു. 2023 വന്നപ്പോൾ ഏകദേശം 71% ആളുകളാണ് ലോസ് മേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെബിയുടെ ഡാറ്റയിൽ കൃത്യമായിട്ട് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഏജ് ലിമിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 20 വയസ്സ് താഴെയുള്ളത് 0.3 ആണ്. 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ 13.1%. അതുപോലെ 30 മുതൽ 40 വരെയുള്ള വയസ്സ് വരെയുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ 30.6%. ഇവിടെയാണ് കൂടുതലായിട്ട് ആളുകൾ മാർക്കറ്റിലേക്ക് ട്രേഡിങ്ങിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 40 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾ പരിശോധിക്കുകയാണെങ്കിൽ 23.6% കാണാൻ സാധിക്കും. 50 മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ 14.1%. അതുപോലെ 60 കഴിഞ്ഞവർ നോക്കുകയാണെങ്കിൽ 14.3% സെബിയുടെ ഏജ് ലിമിറ്റ് വെച്ചുള്ള ഡാറ്റ പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 30 മുതൽ 40 വരെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ 34.6% മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത്. 20 വയസ്സ് താഴെയുള്ള ആളുകൾ 81% മാർക്കറ്റിൽ ലോസ് സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള ആളുകൾ 76%. അതുപോലെ 30 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾ 69%. 40 മുതൽ 50 വരെ വയസ്സിന് പ്രായമുള്ള ആളുകൾ ലോസ് സമ്പാദിക്കുന്നത് 65%. 50 മുതൽ 60 വരെയുള്ള വയസ്സിൽ നോക്കുകയാണെങ്കിൽ 60%. അതുപോലെ 60-ന് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 53% ആളുകളാണ് ലോസ്
മേക്ക് ചെയ്യുന്നത്. അതായത് അവരുടെ ലോസ് മേക്ക് ചെയ്യുന്ന ആളുകളുടെ ശതമാന കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജെൻഡർ ആണ്. 2019 20% സ്ത്രീകളും അതുപോലെ തന്നെ 80% പുരുഷന്മാരുമായിരുന്നു, മെയിലുമാണ്. അതുപോലെ 2022 വന്നപ്പോൾ 16% സ്ത്രീകളും 84% പുരുഷന്മാരുമാണ്. 2023 വന്നപ്പോൾ 16% സ്ത്രീകളും അതുപോലെ തന്നെ 84% പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ് മാർക്കറ്റിലേക്ക് ട്രേഡിങ്ങിനായിട്ട് വരുന്നത്. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ലൊക്കേഷൻ ആണ്. ടയർ 1, ടയർ 2, ടയർ 3 ലൊക്കേഷനുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 2023 നോക്കുമ്പോൾ ടയർ 3 70% ആളുകളും ടയർ 2 68% ആളുകളും അതുപോലെ ടയർ 1 66% ആളുകളുമാണ്. കൃത്യം 2018 കോവിഡിന് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലായാലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലായാലും കൂടുതലായിട്ട് ആളുകൾ വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് കൃത്യമായിട്ട് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തേക്ക് വന്നപ്പോൾ തൊഴിൽ ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം വലുതായിട്ട് വരികയുണ്ടായി. ഉള്ള തൊഴിൽ പോവുകയുണ്ടായി. അതുപോലെ കൃത്യമായിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വരുമാനം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായി. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ട്രേഡിംഗ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ട്രേഡർ, പാർട്ട് ടൈം ട്രേഡർ എന്ന് പറയുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് ഇൻകം ലഭിക്കുന്ന ഒരു മേഖലയായി കണ്ടുകൊണ്ട് തന്നെയാണ് ആളുകൾ വന്നത്. പക്ഷേ ഇതിവിടെ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലേക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഈ മാർക്കറ്റിൽ ഉണ്ടാവുന്ന റിസ്കിനെ കുറിച്ച് നമ്മൾ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അറിവ് നമ്മൾ നേടിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഓപ്ഷൻ മാർക്കറ്റിലായ പോലും ഇക്വിറ്റി മാർക്കറ്റിലായ പോലും ഇക്വിറ്റി മാർക്കറ്റിലെ കണക്ക് പ്രകാരം 70% അല്ലെങ്കിൽ 71% ആളുകൾ ലോസ് സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ 98% ആളുകളിലും ലോസ് മാത്രം സമ്പാദിക്കുന്ന ഒരു മേഖലയായിട്ട് തന്നെയാണ് നമ്മൾ ഇനി കണക്ക് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നോക്കാൻ പോകുന്നത്. 98% ആളുകളിൽ ലോസ് ആയിരിക്കും സമ്പാദിക്കുക. ഏകദേശം 2% ആളുകൾ മാത്രം പ്രോഫിറ്റ് സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. ഇക്വിറ്റി മാർക്കറ്റിനെയും ഓപ്ഷൻ മാർക്കറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന സ്റ്റോക്കിന് വില കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ലോസ് വരും. പക്ഷേ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് നമ്മൾ എടുക്കുന്ന ട്രെൻഡ് അല്ലെങ്കിൽ എടുക്കുന്ന പൊസിഷൻ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നാൽ അവിടെ മെൽറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിന്റെ വീക്കിലി എക്സ്പയറി ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ ലോസ് സമ്പാദിക്കുന്നത്. ഇക്വിറ്റിയിൽ ഒന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്കുണ്ട്. നമ്മൾ CNCയിലേക്ക് ഇൻട്രാഡേയിലേക്ക് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രോക്കറേജുകൾ കൊടുക്കുന്ന ലീവറേജ് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ ലോസ് ഉണ്ടാക്കുന്ന ഒരു കാരണമായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ 27 ആണെങ്കിൽ അതിന്റെ ഡബിളോ ത്രിബിളോ ആയിട്ട് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടി അവർ ലീവറേജ് തരുമ്പോൾ കൂടുതലായിട്ടുള്ള ആളുകൾ ഈ ലീവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ട് നഷ്ടം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്തുകൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.